ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാവതി പാർവതിയെ ആശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെ കരയല്ലേ പാർവതി, പോയവരൊന്നും തിരിച്ചു വരില്ലല്ലോ, നിത്യയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ പാർവതി പറയണേ, എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം സ്വീകരിക്കില്ല, ദൈവം എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടല്ലേ എൻ്റെ രണ്ട് മക്കളെയും എനിക്ക് നഷ്ടപ്പെട്ടു. രണ്ട് മക്കളെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് ഞാൻ. എൻ്റെ മോളോട് ഈ ക്രൂരത ചെയ്തവനെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവനെയും ഇഞ്ചിഞ്ചായി എനിക്ക് കൊല്ലണം. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരമ്മയ്ക്കും ഇതുപോലൊരു ഗതികേട് ഉണ്ടാവരുത്, ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതി അകത്തു പോകുന്നത്. അക്ഷരയും നിരഞ്ജനും വീട്ടിലെത്തിയ ശേഷം ജയശങ്കറിനോട് ദേഷ്യപ്പെടുകയാണ് അക്ഷര. എന്തിനാണ് ഡാഡി ഇപ്പോൾ അവിടേക്ക് പോയത്? ആ സ്വാമിയെയും കൂട്ടി എന്തിനാണ് അവിടേക്ക് പോയത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ അവിടെ വലിയ പ്രശ്നമല്ലേ ഉണ്ടായത്? അപ്പോൾ ജയശങ്കർ പറഞ്ഞു, ഞാനതിന് എന്തു ചെയ്തു എന്നാ? ഞാൻ അവിടെ കാണാൻ പോയതല്ലേ. ഡാഡി ഒന്നും ചെയ്തില്ലെങ്കിലും ആ സ്വാമി ചെയ്തല്ലോ. ദേവിക ഒരു പാവമാണ്. എന്തിനാണ് ദേവികയോട് ഈ ക്രൂരത ചെയ്തത്? നിങ്ങൾ അവിടെ പോയി സംസാരിച്ച കാരണമല്ലേ ദേവികയോട് അവരെല്ലാവരും ഇങ്ങനെ ദേഷ്യപ്പെട്ടതും ദേവികയെ ഇറക്കി വിടാൻ വേണ്ടി നോക്കിയതും? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. നാട്ടുകാർ പറഞ്ഞ കാര്യമാണ് സ്വാമി പോയി പറഞ്ഞത്. നാട്ടുകാർ പറഞ്ഞതൊക്കെ എന്തിനാണാവോ സ്വാമി അവിടെ പോയി പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നമുണ്ടായത്. അയാൾ മനഃപൂർവ്വം തന്നെയാണ് ഡാഡിയെയും കൂട്ടി അവിടേക്ക് പോയിട്ടുള്ളത്. അയാൾ തനിച്ച് ചെന്ന് ഇക്കാര്യം പറഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഡാഡിയെ അവിടേക്ക് അയാൾ കൊണ്ടുപോയത്. അപ്പോൾ നിരഞ്ജൻ പറയണ, സാറിന് അതിന് അവിടേക്ക് പോവേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജയശങ്കർ പറയണേ, എനിക്ക് അവിടേക്ക് പോകണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പോയത്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പുറത്തു വരുമല്ലോ. അക്ഷര പറയണ, ഡാഡി വെറുതെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കരുത്. സത്യം എന്താണെന്നുള്ളത് ഡാഡിക്ക് അറിയില്ലല്ലോ, പിന്നെ അറിയാത്ത കാര്യങ്ങൾ വെറുതെ പറയരുത്. സ്വാമി ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ജയശങ്കർ പറയണേ, നീ എന്തിനാണ് ദേവികയ്ക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത്? ദേവിക തെറ്റുകാരിയല്ല എന്നുള്ളത് നിനക്കറിയുമോ? അപ്പോൾ അക്ഷര പറയണേ, ദേവിക തെറ്റുകാരിയാണ് എന്നുള്ളത് അച്ഛനറിയുമോ? സ്വാമി വന്നിരിക്കുന്നു, സ്വാമിയെയും കൂട്ടി അവിടേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നത് എന്നെക്കുറിച്ച് എന്തെങ്കിലും അവിടെ പറയുമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ എന്നെക്കുറിച്ചല്ല, ആ പാവം ദേവിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും അയാൾ പറയാനുള്ളത് പറഞ്ഞു, അതും ആ പാവം പിടിച്ച ദേവികയെക്കുറിച്ച്. അപ്പോൾ നിരഞ്ജൻ പറയണ, ഞാൻ എന്തായാലും ആ സ്വാമിയെ ഒന്ന് പോയി കാണുന്നുണ്ട് എന്നും പറഞ്ഞ് നിരഞ്ജൻ പുറത്തേക്ക് പോവാട്ടോ. അപ്പോൾ അക്ഷര ദേഷ്യം പിടിച്ച് ജയശങ്കറിനെ നോക്കിയിട്ട് അകത്തേക്ക് പോവാണ്. എന്നിട്ട് കാഞ്ചന പറയാണ്, ഇതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോവണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞത്. അപ്പോൾ എൻ്റെ വാക്ക് കേൾക്കാതെ ധിക്കരിച്ചു പോവല്ലേ ചെയ്തത്, ഇനി എല്ലാം അങ്ങ് അനുഭവിച്ചോ എന്ന് പറഞ്ഞ് കാഞ്ചനയും അകത്തു പോവാണ്. പിന്നീട് പാർവതിയും മുത്തശ്ശിയും ശരത്തും പ്രിയയും ദേവികയും മനോഹരനും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് പാർവതി ചോദിക്കുകയാണ്, എനിക്ക് ഒറ്റ കാര്യത്തിലാണ് സംശയമുള്ളൂ, ആരോടും പറയാതെ നിത്യ എന്തിനാണ് പുറത്തേക്ക് പോയത്? അങ്ങനെ ഒരിക്കലും ചെയ്യുന്നതല്ല. അപ്പോൾ മുത്തശ്ശി പറയണ, അവൾ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഇവിടെ നിന്നും പോയിട്ടുള്ളത്. ദേവിക പറയണ, നിത്യ എവിടേക്കെയാണ് പോയിട്ടുള്ളത് എന്നുള്ളതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും. അപ്പോൾ ശരത്ത് പറയും, ഓ പിന്നെ പോലീസ് കണ്ടുപിടിക്കുക, അവർ മര്യാദയ്ക്ക് ഒരു അന്വേഷണം പോലും തുടങ്ങിയിട്ടില്ല, ആ പ്രതീക്ഷ എന്തായാലും വേണ്ട. അപ്പോൾ ദേവിക പറയണ, നിത്യയുടെ ഫോൺ ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സൈബർ സെല്ലിലുള്ളവർ പരിശോധിച്ചാൽ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ശരത്ത് പറയണ, അവൾ അതിന് എവിടെ പോയി എന്നുള്ളതല്ല കണ്ടുപിടിക്കേണ്ടത്, അവളുടെ കൂടെ ആരുണ്ടായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രഭാവതി പറയണ, ആരുണ്ടാവാൻ, അവൾ ഇവിടെ നിന്നും തനിച്ചല്ലേ പോയത്? അപ്പോൾ ശരത്ത് പറയണ, അമ്മേ അത് ഇവിടെ നിന്നല്ലേ തനിച്ചുള്ള പോയത്, പുറത്തിറങ്ങിയ ശേഷം അവളോടൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ പാർവതി ചോദിക്കുകയാണ്, അല്ല നിനക്ക് അങ്ങനെ വല്ല സംശയമുണ്ടോ? ആരെങ്കിലും സംശയമുണ്ട്? ഏയ് എനിക്ക് ആരെയും സംശയമില്ല. അപ്പോൾ ദേവിക പറയണ, എല്ലാവരും ഒരു കാര്യം ഉറപ്പിച്ചോ, ഇങ്ങനെ ഒരു അവസ്ഥ നിത്യമോൾക്ക് ഉണ്ടാക്കിയവനെ ഞാൻ എന്തായാലും അവനെ വെറുതെ വിടില്ല. എൻ്റെ മോള് അനുഭവിച്ചതിനേക്കാളും ഇരട്ടി വേദന ഞാൻ അവനെ അനുഭവിപ്പിക്കും. അവനെ ഞാൻ തുണ്ടം തുണ്ടമായി ഞാൻ കൊന്നുകളയും. അതൊക്കെ പറയുന്ന സമയത്ത് ശരത്ത് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട്. ദേവികയെ പറയുന്ന വാക്കുകൾ കേട്ട് ഒരു പരിഭ്രമത്തോടു കൂടി. എന്നിട്ട് ശരത്ത് ഒരു പരിങ്ങലോട് കൂടി പറയാണ്, ആരും അതിനു വേണ്ടി ബുദ്ധിമുട്ടണ്ട, ആ ജോലി ഞാൻ ഏറ്റെടുത്തു, ഞാൻ ചെയ്തോണ്ട് ആരാണെങ്കിലും അവനെ ഞാൻ കണ്ടുപിടിച്ച് അവനെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ മനോഹരൻ ശരത്തിനെ ഉന്നം വെച്ച് നോക്കിയിട്ട് പറയുകയാണ്, ആ ജോലി വേറെ ആരും ഏറ്റെടുക്കണ്ട, ഞാൻ തന്നെ ഏറ്റെടുത്തോണ്ട് എൻ്റെ മോളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചവനെ ഒരച്ഛൻ എന്ന നിലക്ക് ഞാനാണ് ഇല്ലാതാക്കുക. എനിക്കറിയാം അവനെ എങ്ങനെ ഇല്ലാതാക്കണമെന്നുള്ളത്, അത് ഞാൻ ചെയ്തോണ്ട്. അപ്പോൾ ശരത്ത് പറയണ, ഞാൻ പറയുന്നത് കൊണ്ട് മറ്റാരും തെറ്റിദ്ധരിക്കരുത്, എനിക്ക് തോന്നുന്നത് നിത്യയ്ക്ക് മറ്റെന്തോ ഒരു രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്നാണ്. അവനായിരിക്കും നിത്യയെ ഇല്ലാതാക്കിയത്. അല്ല എന്നുണ്ടെങ്കിൽ പട്ടാപ്പകല് ഒരു നഗരത്തിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചു കൊല്ലുമെന്ന് എനിക്കെന്തോ തോന്നുന്നില്ല. ഇതിപ്പോൾ നഗരത്തിൽ വെച്ചൊന്നും ആയിരിക്കില്ല, മറ്റെവിടെയെങ്കിലും വെച്ചായിരിക്കും. രഹസ്യബന്ധമുള്ളവൻ തന്നെയായിരിക്കും നിത്യയെ ഇല്ലാതാക്കിയിട്ടുള്ളത്. അത് കേട്ടതോടുകൂടി പ്രിയക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. നിത്യയെക്കുറിച്ച് അപവാദം പറയുന്നത്
കേൾക്കുമ്പോൾ പ്രിയക്ക് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ ദേവിക പറയാണ്, ഇല്ല ഒരിക്കലുമില്ല, അല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയില്ല, കാരണം ഈ വീട്ടിലെ കുട്ടിയല്ലേ, നിങ്ങളുടെ കുട്ടിയല്ലേ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടിയെ തെറ്റിദ്ധരിക്കില്ലല്ലോ. പക്ഷേ എനിക്കെന്തോ അങ്ങനെയാണ് തോന്നുന്നത്. എല്ലാ സംശയങ്ങളും വെച്ച് നോക്കുമ്പോൾ എനിക്കെന്തോ അങ്ങനെയാണ് തോന്നുന്നത്. നിത്യയ്ക്ക് ഒരു രഹസ്യ കാമുകൻ ഉണ്ടായിട്ടുണ്ട്. അത് കേട്ടതോടുകൂടി പ്രിയയുടെ സമനില അങ്ങ് തെറ്റുകയാണ്. എന്നിട്ട് ശരത്തിൻ്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. നിത്യയ്ക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്നുള്ള അപവാദം പറഞ്ഞ ഉടനെ തന്നെ അതോടുകൂടി എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. പ്രിയ പെട്ടെന്ന് ശരത്തിനെ അതോടുകൂടി ശരത്ത് പ്രിയയെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പ്രിയയെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ദേവിക പറയുന്നത്, അവളെ തൊട്ടു പോവരുത്. അപ്പോൾ പിന്നെ അവൾ ചെയ്തതോ? അവൾ ചെയ്തതേ ഞാൻ ചെയ്യേണ്ടതാണ് അവൾ ചെയ്തത്. നിത്യയ്ക്ക് കാമുകനെ ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് എവിടെ നാടാ ഇത്രയ്ക്ക് ധൈര്യം കിട്ടിയത്? ഇവൻ ഈ പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ നാണം തോന്നുന്നില്ലേ? ആദ്യം പട്ടി പിന്നെ പേപ്പട്ടിയാവും, പിന്നെ അതിനെ തല്ലിക്കൊല്ലും. ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇവൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് എന്തിനാണെന്നുള്ളത് ഇവന് തന്നെയാണ് അറിയൂ. പിന്നെ ഞാനൊരു സാധ്യത പറഞ്ഞെന്നേ ഉള്ളൂ. ഇവിടെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ടല്ലോ. അപ്പോൾ ദേവിക പറയണേ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ പോലീസുകാർ കണ്ടുപിടിച്ചോളും. നിന്റെ സഹായമൊന്നും അതിന് വേണ്ട. ഇനി മേലാൽ നിന്റെ വായിൽ നിന്നും ഇങ്ങനെയുള്ള സംസാരം വന്നാലേ, ഇപ്പോൾ പ്രിയ നിന്നെ ഒരടിയേന് അടിച്ചിട്ടുള്ളൂ, പക്ഷെ ഞാൻ അങ്ങനെയല്ല, നിന്നെ ഞാൻ വെച്ചേക്കില്ല. എൻ്റെ നിത്യമോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ അപവാദം പറഞ്ഞു പരത്തല്ല വേണ്ടത്. അതിന് ഞാൻ അപവാദം പറഞ്ഞതല്ല, ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ സാധ്യത പറയണ്ടടാ, നീ രഹസ്യ കാമുകനുണ്ട് എന്ന് പറഞ്ഞത് അപവാദം തന്നെയാടാ. ഓ മനോഹരൻ പറയണേ, എന്തായാലും നീ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ മുത്തശ്ശി പറയണേ, മോനെ നീ അങ്ങനെ ഒരിക്കലും പറയരുതായിരുന്നു. ഞങ്ങൾ നിത്യമോളെ നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാവുകയല്ലേ ചെയ്യുക. നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്. അത് പിന്നെ മുത്തശ്ശി, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ അത് പറഞ്ഞതാണ്. അപ്പോൾ പാർവതി പറയണേ, ഇനി മോൻ ഇതുപോലത്തെ സംശയങ്ങളൊന്നും പറയരുത്, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോഴത്തേക്കും പ്രഭാവതി പറയണേ, എന്തായാലും വന്നു കയറിയ ഇവള് എൻ്റെ മോനെ അടിച്ചത് അത് ഒട്ടും ശരിയായില്ല. ഇവൾക്ക് നിത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവൾ എൻ്റെ മോനെ അടിച്ചത്? അതൊട്ടും ശരിയായില്ല. എൻ്റെ മോളെ അടിക്കാൻ ഇവൾക്ക് എവിടുന്നാണ് ഈ അധികാരം? അപ്പോൾ ദേവിക പറയണേ, അവൻ്റെ വായയിൽ കിടക്കുന്ന നാക്ക് ശരിയല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കിട്ടും. നിത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇവൾക്ക് വരെ ഇവനെ അടിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും സൂക്ഷിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോഴത്തേക്കും പ്രഭാവതി പറയണേ, കണ്ടില്ലടാ, നാണമുണ്ടോ നിനക്ക് ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ? കണ്ടവന്മാരുടെ അടിയും കിട്ടി, ജയിലിലും കിടത്തി, ഇനി എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങാൻ നോക്കടാ. അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് പറയണ, അങ്ങനെയൊന്നും പറയല്ലേ പ്രഭാവതി. എങ്ങനെ പറയണം? പാർവതിയുടെ മോനാണ് ഇതുപോലെ അടി കിട്ടിയതെങ്കിൽ പാർവതി ക്ഷമിക്കോ? ഇല്ലല്ലോ, എൻ്റെ മോനാണ്, ഞാൻ പ്രസവിച്ച് എൻ്റെ മോനാണ്. കണ്ടവളന്മാരുടെ അടിയും കിട്ടി ഇവിടെ നിൽക്കുന്നത് കണ്ട പിന്നെ ഞാൻ എന്താണാവോ പറയേണ്ടത്? എന്തായാലും ഇവിടെ നിൽക്കുന്നത് ഇനി ശരിയല്ല. എൻ്റെ മോനാണെങ്കിൽ നീ ഇപ്പം തന്നെ നിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ നിന്നും ഇറങ്ങാൻ നോക്ക്. ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ദേവിക പറയണേ, മോൻ്റെ കയ്യിലിരിപ്പ് അത്രയ്ക്ക് നല്ലതാണോ? അതെന്താണാവോ ഈ അമ്മ ഓർക്കാത്തത്? അപ്പോൾ മനോഹരന് ശരത്ത് ഇവിടെ നിന്നും പോവരുത് എന്നുള്ള കാര്യം രഞ്ജനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇവിടെ തന്നെ ഉണ്ടാവണം, അവൻ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോവരുത്. അവനാണ് എൻ്റെ നിത്യമോളെ ഇല്ലാതാക്കിയതെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് നിരഞ്ജനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭാവതി ഈ ദേഷ്യത്തിൽ ശരത്തിനെ പിടിച്ചോണ്ട് പോകുമെന്നുള്ളത് മനോഹരന് തോന്നുകയാണ്. അപ്പോൾ മനോഹരൻ ദേവികയോട് പറയണ, മോളെ ഈ അവസ്ഥയിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട, ഇവിടെ ഇനി ഒരു വഴക്ക് പാടില്ല. അപ്പോൾ പ്രഭാവതി പറയണ, തൃപ്തിയായില്ലേടാ നിനക്ക്? ഇനി നീ എൻ്റെ മോനാണെങ്കിൽ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം, നിന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി വാ. അപ്പോൾ ശരത്ത് പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ ഇവിടെ നിന്നും പോവില്ല. കാരണം എൻ്റെ ഭാര്യ ആവേണ്ടിയിരുന്ന കുട്ടിയാണ് നിത്യ. അവളെ ഇല്ലാതാക്കിയത് ആരാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം, എന്നിട്ട് അവനെയും എനിക്ക് ഇല്ലാതാക്കണം. അതുവരെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇല്ല. കൊലപാതകമാണ് നിത്യയെ ചെയ്തിട്ടുള്ളത്. അത് ആരാണ് ചെയ്തത് എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം. അത് ആര് ചെയ്തു, എന്തിന് ചെയ്തു എന്നുള്ള ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടണം. അതുവരെ ഞാൻ ഈ വീട്ടിൽ നിന്നും പോവില്ല. അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. മുത്തശ്ശിക്കും അമ്മയ്ക്കും ഞാൻ അത് കാണിച്ചു കൊടുക്കും. അതുവരെ ഞാൻ ഈ വീട്ടിൽ നിന്നും പോവില്ല. അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അമ്മേ, ഞാൻ അമ്മയോടൊപ്പം വരില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ ശരത്തിൻ്റെ ആ ഒരു മറുപടി കേട്ട് ദേവികയും പ്രിയയും അതിശയിച്ച് നിൽക്കുകയാണ്. ഇവൻ തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ട് അഭിനയിക്കുന്നത് കണ്ടില്ലേ എന്നുള്ള ഭാവത്തിൽ നിത്യയും പ്രിയയും തനിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ചേച്ചി സോറി, ഞാൻ ഈ വീട്ടിൽ ആരുമല്ല, പക്ഷേ എനിക്ക് അയാളെ അടിക്കേണ്ടി വന്നു. ഒരു നിമിഷം ഞാനല്ലാതായി മാറി. അതുകൊണ്ടാണ് നിത്യയെക്കുറിച്ച് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ അടിച്ചു പോയത്. നമ്മളെ
നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ നമ്മൾ എന്താ ആ അവസ്ഥയിൽ ചെയ്യുക, അതുപോലത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അയാളെ അടിച്ചത്. അപ്പോൾ ദേവിക പറയണ, സാരല്ല, നീ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അല്ല, അയാൾ എന്നെ പോകുന്ന സമയത്ത് നല്ല ദേഷ്യത്തിൽ പകയോട് കൂടി നോക്കുന്നുണ്ട്. അയാൾക്കിപ്പോൾ എന്നോട് പകയായി കാണില്ലേ? അത് ഉറപ്പായും അവനുണ്ടാവും. അയാൾ എന്നെ ഉപദ്രവിക്കില്ലേ ചേച്ചി? നിന്നെ ഉപദ്രവിക്കാണ്ട് നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഞാൻ നോക്കിക്കൊണ്ട്. അവനെ ഒരു തവണ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്. അതെന്തിനാണെന്നോ? കൊലപാതക കേസിൽ അവനെ അകത്താക്കിയതാണ്. അപ്പോൾ നമ്മുടെ നിത്യയെ ഇല്ലാതാക്കിയത് അവനെ തന്നെ ആയിരിക്കുമോ? അവനായിരിക്കുമോ നിത്യയെ കൊന്നത്? അതെ, അവൻ തന്നെ ആയിരിക്കും. എനിക്കത് നല്ല സംശയമുണ്ട്. പക്ഷേ നമ്മുടെ പക്കൽ തെളിവൊന്നുമില്ലല്ലോ. ഞാൻ ആ തെളിവ് കണ്ടുപിടിക്കും. പക്ഷേ അതിന് എനിക്ക് കുറച്ച് സാവകാശം വേണ്ടി വരും. പ്രിയ പറയണ, എന്തായാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ ഈ വീട്ടിലെ ആരുമല്ലാഞ്ഞിട്ടും ഞാൻ അയാളെ അടിക്കേണ്ടായിരുന്നു. നീ ഈ വീട്ടിലെ ആരുമല്ല എന്നുള്ള കുറ്റബോധമൊന്നും നിനക്ക് വേണ്ട. കാരണം അമ്മ പോലും നിന്നെ ഒരു അന്യയായിട്ട് കണ്ടിട്ടില്ല. ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് അമ്മ കണ്ടിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ അമ്മ ഇപ്പോൾ പ്രതികരിച്ചേനെ. നീ എന്തായാലും അതോർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട. അവനൊരു അടിയുടെ കുറവ് എന്തായാലും ഉണ്ടായിരുന്നു. നീ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. എനിക്ക് തോന്നുന്നത് നിന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് നിത്യമായിരിക്കുമെന്നാണ് എന്നും പറഞ്ഞ് ദേവിക്ക് അകത്ത് പോവാട്ടോ. പിന്നീട് പ്രഭാവതിയും ശരത്തും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് പ്രഭാവതിയോട് ദേഷ്യപ്പെടാണ് ശരത്ത്. എന്തിനാണ് അമ്മ അവരുടെ മുന്നിൽ വെച്ച് എന്നോട് ഇവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി പറഞ്ഞത്? പിന്നെ നിന്നെ ഏതോ ഒരുത്തി അടിച്ചത് കണ്ടിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണമെന്നാണ്. അവൾക്ക് ആരാണ് ആ അധികാരം കൊടുത്തത്? അവൾ എന്തിനാണ് നിന്നെ അടിച്ചത്? എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല. അമ്മ എന്ത് കരുതി ഈ ശരത്തിനെ കുറിച്ച്? അവൾ എന്നെ അടിച്ചത് ഞാൻ ക്ഷമിച്ചു എന്നാണോ കരുതുന്നത്? എന്നെ നോവിച്ച ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. അമ്മയ്ക്ക് അത് അറിയാവുന്നതല്ലേ. അമ്പിൻ്റെ പകയാണ് എനിക്ക്. എന്നെ നോവിച്ചവരെ ഒന്നും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. അല്ല, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. പിന്നെ നീ എന്തിനാണ് ഇനി ഇവിടെ നിൽക്കുന്നത്? നിത്യ മരിച്ചില്ലേ? ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അമ്മയ്ക്ക് എന്താ, എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ലേ? എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്താ? അതൊക്കെ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. നടക്കാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതാണ് ഈ ശരത്തിൻ്റെ സ്വഭാവം. നിത്യ മരിക്കുമെന്ന് അമ്മ കരുതിയിരുന്നോ? നിങ്ങൾ ആരെങ്കിലും കരുതിയിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ട് അത് നടന്നില്ല. അത് കേട്ടതോടുകൂടി പ്രഭാവതിക്ക് സംശയമാണ്, നിത്യയെ ഇല്ലാതാക്കിയത് ഇവൻ തന്നെയാണോ എന്നുള്ള ഭാവത്തിൽ. നിത്യ മരിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ നീ കരുതിയിരുന്നോ? ഒരു ചോദ്യം പ്രഭാവതി ചോദിച്ചതോടുകൂടി ശരത്തങ്ങ് പതറുകയാണ്. അമ്മ എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നത്? അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യമൊന്നും എന്നോട് ചോദിക്കേണ്ട. പിന്നെ എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് അമ്മയാണോ ബന്ധുവാണോ എന്നൊന്നും ഞാൻ നോക്കില്ല. അതുകൊണ്ട് അമ്മ ഒന്ന് സൂക്ഷിച്ചോ. എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മയ്ക്ക് നല്ലപോലെ എന്നെ അറിയാലോ. പക്ഷേ ആ പ്രിയയ്ക്ക് എന്നെ അറിയില്ലല്ലോ. എന്തായാലും ഞാൻ ഈ വീട് വിട്ട് പോരാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുത്തിട്ടേ ഈ ശരത്ത് അടങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നത്. അതോടുകൂടി പ്രഭാവതിക്ക് പൂർണ്ണമായും മനസ്സിലാവാണ് ഇവൻ തന്നെയാവും നിത്യയെ ഇല്ലാതാക്കിയിട്ടുള്ളത് എന്നുള്ള സംശയത്തിലാണ് കേട്ടോ പ്രഭാവതി നിൽക്കുന്നത്.